അവസ്ഥയാണ്. അപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഈ സ്കൂൾ സന്ദർശിച്ചിട്ട് എന്താണ് പറഞ്ഞത്? വളരെ മോശമായ സ്ഥിതിയാണ് സ്കൂളിലുള്ളത്. അപ്പോൾ അത് എല്ലാവരും ഉത്തരവാദികളാണ്. ഗവൺമെൻറ്റാണ് അതിനകത്തൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗവൺമെൻറ്റിന് കത്ത് കൊടുത്തത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് ഒരു സോഷ്യൽ ഈ സെക്യൂരിറ്റി ഇതുപോലെ സുരക്ഷാ ഓഡിറ്റിങ്ങിന് തുടക്കം കുറിക്കുകയാണ്. ഞങ്ങളൊരു പെർഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. 30 ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു പെർഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇലക്ട്രിക് ലൈൻ മാത്രമല്ല, കെട്ടിടത്തിൻ്റെ സുരക്ഷ, ചുറ്റുമതിലിൻ്റെ സുരക്ഷ, മരങ്ങൾ നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഭക്ഷണം കൊടുക്കുന്നതിലെ സംവിധാനം, അടുക്കളയിൽ ഇപ്പം ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും കിച്ചണുണ്ട്, നല്ലതായിട്ടുള്ള കിച്ചണുണ്ട്. ആ കൊടുക്കുന്ന സ്ഥലത്തെ വൃത്തി, ശുദ്ധി, അതുപോലെ ഫുഡ് പോയ്സണിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, കൊടുക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ പരിശോധിക്കുന്നത്, അതെല്ലാം ഉൾപ്പെടെയുള്ള ഒരു 30 ഐറ്റം വെച്ചുകൊണ്ടുള്ള ഒരു ഓഡിറ്റിങ് നമ്മളിപ്പോൾ ഞങ്ങൾ നടത്തിയ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ കൊണ്ടും വിവിധ ഏജൻസികൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ടും ചെയ്യിപ്പിക്കും. ഞങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് ചെയ്യും. അപ്പോൾ ഒരു മാറ്റം വേണം. ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലല്ലോ. അതല്ലേ അപ്പം നമുക്ക് ആ കൊച്ചിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുമോ? നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അതിന് കൊച്ചു മുകളിൽ കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഈ പ്രായത്തിൽ എവിടെയൊക്കെ കയറിയത്? തെങ്ങിൻ്റെ മുകളിൽ വരെ കയറിയിട്ടുള്ള ആളാണ് നമ്മളെല്ലാം. കുട്ടികളാവുമ്പോൾ അവർ അങ്ങനെ നോക്കുമോ? കുട്ടി മുകളിൽ കയറിയതാണ് അപകടത്തിന് കാരണം എന്നൊരു മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ അതിനൊക്കെ മറുപടി പറയാ? നമ്മൾ ശ്രദ്ധിക്കും. ഇനി അങ്ങനെ സംഭവം വരാതിരിക്കാൻ വേണ്ടി നോക്കും. പരമാവധി കാര്യങ്ങൾ ചെയ്യണം. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വകുപ്പുകൾ തമ്മിൽ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കണം. അത് അങ്ങനെയല്ല വേണ്ടത്. എൻ്റെ ഒരു കോർഡിനേഷനാണ് വേണ്ടത്. ഇതെല്ലാം ചെയ്യണം. സ്കൂൾ മാനേജ്മെന്റിന് ഉത്തരവാദിത്വമുണ്ട്. സ്കൂളിലെ പ്രധാന പിന്നെ അവരുടെ തലയിൽ മാത്രം കെട്ടിവെക്കും. അപ്പൊ പ്രധാന അധ്യാപികയുടെ മാത്രം തലയിൽ കെട്ടിവെച്ച് അവരെ സസ്പെൻഡ് ചെയ്തപ്പോൾ എല്ലാം തീർന്നു എന്നല്ല. ഇത് നടപടിയെടുക്കണം. വലിയ ലാപ്സസ് ആരുടെ ഭാഗത്താണ് ഉണ്ടായിരിക്കുന്നത്, അവർക്കെതിരെ നടപടിയെടുക്കണം. അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇനി ഒരു സ്ഥലത്ത് ഇത് ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് ശ്രദ്ധിക്കുന്നത്. ചെയ്തിട്ടില്ല, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊരു ഇനിഷ്യേറ്റീവ് ഉടൻ തുടങ്ങുന്നത്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിലെ MLA അവാർഡ് കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കൂടി വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു ടീം തന്നെ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിനുള്ള ഒരു ഈ സെക്യൂരിറ്റി ഓഡിറ്റിങ്ങിനുള്ള ഒരു പെർഫോമ തയ്യാറാക്കി അത് ഞങ്ങൾ കൊടുത്ത് നമ്മൾ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റ് തിരിച്ചു വാങ്ങിച്ച് അത് ഡാറ്റ കംപ്ലീറ്റ് സെപ്പറേറ്റ് ആക്കി ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒരാഴ്ച ജോലിയുള്ളൂ. ഒരാഴ്ച കൊണ്ട് അത് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് അത് തീർച്ചയായിട്ടും എല്ലാ UDF MLAമാരും അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രതിപക്ഷം മിഥുന്റെ കുടുംബത്തെ സഹായിക്കാനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ 48 മണിക്കൂറിനോട് സഹായം കൊടുത്ത സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്. കരിക്കൊടി കാണിക്കാൻ നടക്കുകയല്ല ചെയ്യേണ്ടത്. എന്താ പറയണതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ആ പറയണത്? അതിനൊക്കെ മറുപടി അർഹിക്കുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. ഒരു ദുരന്തം വരുമ്പോൾ പ്രതിപക്ഷമാണ് സഹായിക്കുന്നത്. ഗവൺമെന്റിനുള്ള ബാധ്യത, ഗവൺമെന്റിന്റെ ലാപ്സസ് ഉണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് കുറവുകളുണ്ട് ഈ കാര്യത്തിൽ. ആ ബാലാവകാശ കമ്മീഷന്റെ ആ കമന്റ് ഒന്നും നോക്കാൻ പറഞ്ഞാൽ മതി വിദ്യാഭ്യാസ മന്ത്രിയോട്. അപ്പൊ മനസ്സിലാവും. ഹൈടെക് സ്കൂളാന്ന് പറഞ്ഞ പുള്ളി എല്ലായിടത്തും പ്രസംഗിക്കുന്നതാണ്. ഇതാണ് ഹൈടെക് എന്നാണ് തിരിച്ചുള്ള ചോദ്യം. ഞാൻ അതുപോലും ചോദിക്കുന്നില്ല. ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ സമരമഹാമഹ അവസാനിച്ചിട്ടുണ്ട്. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല, തീർത്തേനെ. പക്ഷെ എന്താ കാര്യം? ഇത് തീർക്കണം എന്ന് ആദ്യം ആവശ്യപ്പെട്ട ആരാ? കേരളത്തിലെ പ്രതിപക്ഷമാണ്. ഞങ്ങൾ ഇതിന്റെ ഏതെങ്കിലും സൈഡ് പിടിച്ചോ അല്ലെങ്കിൽ രണ്ടുപേരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ചെയ്ത്. ഞങ്ങൾ പറഞ്ഞത് ഇതിന്റെ തടവുകാരാക്കപ്പെടുന്നത് വിദ്യാർത്ഥികളും സർവകലാശാലകളുമാണ്. നിങ്ങൾ ഈ കളിക്കുന്നത് തീക്കളിയാണ്. നിസാരമായ കാര്യത്തിന്റെ പുറത്ത് ഒരു ടേബിളിലിരുന്ന് പരിഹരിക്കേണ്ട വിഷയത്തിന് പകരം ആളിക്കത്തിച്ച് കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളെ സ്തംഭനത്തിലാക്കി ആർക്കും അങ്ങോട്ട് കയറാൻ പറ്റാത്ത സ്ഥിതിയാക്കി. ഇതാണ് കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ രംഗമെന്ന് ലോകത്തോട് മുഴുവൻ പുറപ്പുറത്ത് കയറി എന്ന് വിളിച്ചു നിന്ന് അപ്പോഴും ഞങ്ങൾ പറഞ്ഞു. സാധാരണ പ്രതിപക്ഷം പറയേണ്ട വർത്താനമല്ല ഞങ്ങൾ പറഞ്ഞത് തീർക്കണം, ഈ വിഷയം തീർക്കണം. അതിനൊരു വിഷയമില്ല. എന്താ വിഷയം? നിസ്സാരമായി സെനറ്റോളം വാടകയ്ക്ക് കൊടുത്തൊരു വിഷയമാണ്. അതൊക്കെ 10 മിനിറ്റ് കൊണ്ട് പരിഹരിച്ച് മറ്റ് അക്കാഡമിക് കാര്യങ്ങളിലേക്ക് പോകണം. ഇതെല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇതാണ്. ഈ ആരോഗ്യ മന്ത്രിക്കെതിരായിട്ടും ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്നും പറഞ്ഞു ഞങ്ങളൊരു സമരം തുടങ്ങിയപ്പോൾ ആ സമരത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് SFIക്കാരെ കൊണ്ട് ഈ സമര ആഭാസം നടത്തിയത്. ഞാൻ ചോദിക്കട്ടെ, ഗവർണർക്കെതിരായിട്ട് സമരം ഉണ്ടെങ്കിൽ SFI എന്തിനാ കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികൾ സ്തംഭിപ്പിച്ചത്? യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി എന്തിനാ? അവിടുത്തെ ജീവനക്കാരെ പൂട്ടിയിട്ട് എന്തിനാ?
അവിടുത്തെ ജീവനക്കാരെ തല്ലിയെന്തിനാ? യൂണിവേഴ്സിറ്റിയിൽ വന്ന പിള്ളേരെ തല്ലിയെന്തിനാ? അതാണ് ഞാൻ പറഞ്ഞ സമര ആഭാസമായിരുന്നു. അല്ല, തീരാൻ പറ്റുമല്ലോ, തീർന്നല്ലോ. തീരാൻ പറ്റുന്ന കാര്യമാണെന്ന് പറയുമ്പോൾ അന്നും എന്നെ കളിയാക്കി 10 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ 10 മിനിറ്റ് പോലും എടുത്തില്ലല്ലോ, 5 മിനിറ്റ് സംസാരിച്ചിട്ടുള്ളൂ രണ്ടു കൂട്ടരും തമ്മിൽ. 5 മിനിറ്റിനും തീർന്നല്ലോ. അതാണ് കുട്ടികളെ ബലിയാടാക്കി കൊണ്ടിട്ടുള്ള ഒരു പരിപാടിയും പാടില്ല. അപ്പൊ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിൽ അവസാനം എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തീരട്ടെ, ഇവിടെ മുഴുവൻ കുഴപ്പമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രതിപക്ഷമല്ല കേരളത്തിലുള്ളത്. കാരണം ഞങ്ങളും അധികാരത്തിലേക്ക് വരാൻ പോവാം. കേരളം മുഴുവൻ കുഴപ്പമാക്കിയിട്ട് അല്ല ഞങ്ങൾ അധികാരത്തിലേക്ക് വരേണ്ടത്. തെറ്റ് ചൂണ്ടിക്കാണി, തെറ്റ് ചെയ്തു, ഗവൺമെന്റ് തെറ്റ് ചെയ്തു, CPM തെറ്റ് ചെയ്തു, ഈ SFIക്കാരെ കൊണ്ട് ചുടിചോറ് വാങ്ങിച്ചു. എന്നിട്ടിപ്പോ 5 മിനിറ്റ് കൊണ്ട് തീർന്നു. ഇപ്പോ VCക്ക് യൂണിവേഴ്സിറ്റിയിൽ വന്ന് ഇറങ്ങാൻ ഒരു കുഴപ്പമില്ല, ഇല്ലെങ്കിൽ VC വന്നാൽ കയറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ പിള്ളേരെ തലതല്ലി പൊള്ളിച്ചപ്പോ പോലീസുകാർ ഗേറ്റും വന്ന് മോനെ വീഴല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് SFIക്കാരെ ഇറക്കുന്ന മനോഹരമായ രംഗങ്ങളും കേരളത്തിലുണ്ടായി. ചേർത്ത് പിടിച്ചിട്ട് ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ ഈ യൂണിവേഴ്സിറ്റി മുഴുവൻ നശിപ്പിച്ച SFIക്കാരെ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഇറക്കുന്ന ആ വാത്സല്യം കണ്ടിട്ട് കേരള പോലീസിനെ കുറിച്ച് വലിയ അത്ഭുതം തോന്നി. ഉറപ്പായിട്ട് UDF 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരും. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒരു വിഷയം, വയനാട് പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ട് വീട് നിർമ്മിക്കുന്നതിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ ആപ്പ് മുഖേനയാണ് ഫണ്ട് സ്വരൂപിച്ചിരുന്നത് കോൺഗ്രസ്. ആ ആപ്പ് പ്രവർത്തനമാണ്. കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം ആപ്പ് പ്രവർത്തിച്ചിട്ടില്ല. ഞങ്ങളത് ക്ലോസ് ചെയ്തല്ലോ, അത് ക്ലോസ് ചെയ്താണ് KPCC, അത് ക്ലോസ് ചെയ്താണ്. അതിൽ വന്ന ഫണ്ടിനെ കുറിച്ച് അല്ല, അതൊക്കെ ഞാനല്ലല്ലോ പറയണ്ടേ, KPCC പ്രസിഡന്റ് പറയും. അതൊക്കെ കൃത്യമായിട്ടുള്ള ബാങ്കിലെ അക്കൗണ്ടാണ്. നിങ്ങൾ ആദ്യം പോയിട്ട് കയ്യിലല്ലേ, ആദ്യം പോയിട്ട് ആ 742 കോടി രൂപ പാവപ്പെട്ടവരിൽ നിന്ന് പിരിച്ചിട്ട് വയനാടിന്റെ പേരിൽ പിരിച്ചിട്ടിട്ടുണ്ട്. ആ പാവപ്പെട്ടവർക്ക് വാടക കൊടുക്കുന്നില്ല, ഇതുവരെ ഒരു വീട് വെച്ചിട്ടില്ല, ഗുരുതരമായി രോഗം ബാധിച്ച ആളുകൾക്ക് ചികിത്സയ്ക്ക് സഹായം കൊടുക്കുന്നില്ല, ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ള കൊടുക്കുന്നില്ല. ഞങ്ങളൊക്കെയാണ് അവരെ സഹായിക്കുന്നത്, അവിടുത്തെ MLA-യുടെ നേതൃത്വത്തിൽ. ആ 742 കോടി രൂപ ബാങ്കിലിട്ടിരിക്കുന്നു, എടുത്ത പാവങ്ങൾക്ക് കൊടുക്കാൻ പറ. ആകെ 500 പേരെയുള്ള അവിടെ, 500 കുടുംബമുള്ള ആകെ. ആ 500 കുടുംബത്തിന് 742 കോടി കിട്ടിയിട്ട് ജൂലൈ 30-ന് ഒരു കൊല്ലം തീർത്തിയാക്കുക. ഒന്നും ചെയ്തില്ല സർക്കാർ.